Hi all, this is Rekha Nair. Welcome back to my channel, The English Forum. നമ്മൾ കുറേ ആയി അല്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ മുങ്ങി എന്ന് വിചാരിച്ച് കാണും. പക്ഷേ വേറെ ഒന്നുമല്ല. ഒന്നാമത് വെക്കേഷൻ ആയപ്പോൾ ഒരു ചെറിയ മടിയൊക്കെ പിടിച്ചു, കുറച്ച് തിരക്കിലൊക്കെ ആയി. പിന്നെ ഓപ്പൺ ഡിഫൻസിനുള്ള PhDൻ്റെ ഓപ്പൺ ഡിഫൻസിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് വീഡിയോസിന് അങ്ങോട്ട് ഒരു താമസം വന്നു. ശരി, അങ്ങനെ ഉണ്ടാവില്ലേ, ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. പുതിയ സെമസ്റ്ററൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ളൊരു വെയിറ്റിങ്ങിലാണ്, അതും കൂടി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പോമാണ്, എ റെഡ് റെഡ് റോസ്, റിട്ടൺ ബൈ റോബർട്ട് ബേൺസ്. ആക്ച്വലി ഞാനിതൊരു പോം എന്നൊക്കെ പറഞ്ഞാലും ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു പോം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ബാലഡ്. ബാലഡ് എന്ന് പറയുമ്പോൾ ഒരു നറേറ്റീവ് പോയമാണ്. അതായത് അതിലൊരു കഥയാണ് നമുക്ക് പറയുന്നത്. ഒരു റിത്തമിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ ഒരു അകമ്പടിയോടുകൂടി പ്ലേ ചെയ്യുന്ന ഒരു സോങ്. ആക്ച്വലി അതാണ് ബാലഡ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള ബാലഡ്സ് ഉണ്ട്. ഇതൊക്കെ സാധാരണയായി നമ്മൾ നെറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഈ പോം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ടു വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ പോം ചൂസ് ചെയ്തത്. ഈ പോം ആക്ച്വലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പോമാണ്. ഓക്കെ, അപ്പം നമ്മൾ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും സാധാരണയായിട്ട് ഈ പോമത്തിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പോൾ ഈ പോം ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് നോട്ട് എ പോം. ഞാനതിങ്ങനെ പോം നമ്മളെപ്പോഴും ക്ലാസ് എടുക്കുന്നത് പോം ആയതുകൊണ്ട് ഞാനത് റിപ്പീറ്റഡ്ലി പറഞ്ഞു പോകുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ പോം, ഇറ്റ്സ് എ സോങ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലഡാണ് ഇത്. ബാലഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോക്ക് ബാലഡ്സ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ട്രഡീഷണൽ ബാലഡ്സ്, ആൻഡ് ലിറ്റററി ബാലഡ്സ്. അത് ആക്ച്വലി ഫോക്ക് ബാലഡ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഈ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് അല്ലെങ്കിൽ കഥകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അല്ല, അങ്ങനത്തെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. കഥകളല്ല, അങ്ങനെ ജനറേഷൻസായി കൈമാറി വരുന്ന പാട്ടുകൾക്കാണ് നമ്മൾ ഫോക്ക് ബാലഡ്സ്, അതർവൈസ് ട്രഡീഷണൽ ബാലഡ്സ് എന്ന് പറയുന്നത്. ഇനി ലിറ്റററി ബാലഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോക്ക് ബാലഡ്സിൻ്റെ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുന്നതാണ് ലിറ്റററി ബാലഡ്സ്. ഈ ഫോക്ക് ബാലഡ്സിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്തർ ഈസ് അനോണിമസ്, നമുക്ക് അറിയില്ല എക്സാക്ട്ലി അത് എഴുതിയത് ആരാണെന്ന്. നേരെ മറിച്ച് ലിറ്റററി ബാലഡ്സ് അങ്ങനെയല്ല, നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് ഇന്ന ആളാണ് എഴുതിയത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഫോക്ക് ബാലഡ്സിൻ്റെ ഒരു സ്റ്റൈലാണ്. ഓക്കെ, പിന്നെ യൂഷ്വലി ബാലഡ്സ് എന്ന് പറയുമ്പോൾ നറേറ്റീവ് പോമാണ്, അല്ലെങ്കിൽ അതൊരു സോങ് ആണ്. യൂഷ്വലി ഒരു കഥ പറയുന്ന അതിൻ്റെ ഉള്ളിലൊരു കഥയായിരിക്കും ഉണ്ടാവുന്നത്. യൂഷ്വലി അതിൻ്റെ തീം എന്ന് പറയുന്നത് ലവ്, സ്നേഹം, പ്രണയം ആണ്. ഓക്കെ, അപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടി പാടുന്ന പാട്ടാണ് ഈ ബാലഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് പറയാം. ഹി ഈസ് നോൺ ആസ് ദ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയലക്റ്റ് എന്ന് പറയുന്നത് സ്കോട്ടിഷ് ഡയലക്റ്റ് ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന ആ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ആ ഒരു ഇംഗ്ലീഷ് അല്ല, സ്കോട്ടിഷ് ഡയലക്റ്റ് ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഭയങ്കര പാഷൻ, നേച്ചർ, അങ്ങനത്തെയൊക്കെ ഒരുപാട് തീംസ് വരുന്നത് കൊണ്ട് തന്നെ പിന്നീട് വന്ന ഈ റൊമാൻറ്റിക് പോയറ്റ്സിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു റൈറ്ററാണ് റോബർട്ട് ബേൺസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹി ഈസ് നോൺ ആസ് നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോയത്തിലേക്ക് കടക്കാം. Oh, my love is like a red, red rose that's newly sprung in June. See, അവിടെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എൽ ക്യാപിറ്റലൈസ്ഡ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി ഈസ് അഡ്രസ്സിങ് ഹിസ് ബിലവഡ്. ഓക്കെ, അതൊരു നൗൺ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. അതായത് അയാൾ ഈ സ്പീക്കർ ആരാണെന്നുള്ളത് നമുക്ക് അനോണിമസ് ആണ്. പ്രോബബ്ലി എന്താ പറയുക, ആളൊരു സ്കോട്ട്ലാൻഡിലുള്ള ആളായിരിക്കാം. കാരണം
the speaker is using a Scottish dialect. Okay, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ the speaker is anonymous, probably the poet himself. Okay, അപ്പോൾ എന്തായാലും സ്പീക്കറിൻ്റെ ബിലവഡിനെ, സ്പീക്കർ സ്നേഹിക്കുന്ന പെൺകുട്ടീനെ അഡ്രസ് ചെയ്യണം. ഓ മൈ ലവ്, ഓക്കെ, എൻ്റെ പ്രണയപാത്രം, ഓക്കെ, ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ പെൺകുട്ടി, അതുകൊണ്ടാണ് അവിടെ എൽ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, oh my love is like a red rose. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് this is very often quoted line. അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഇത് കോട്ട് ചെയ്യാറുണ്ട്. ഒന്ന് നമുക്ക് പ്രണയം പറയാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ച്വലി റെഡ് റോസ്, അത് നമുക്ക് ഏതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് നിങ്ങൾക്ക് അറിയോ? അത് അലിട്രേഷൻ എന്ന് പറയും. ഓക്കെ, ഞാനതൊക്കെ ഒന്നും കൂടി പറയും, എന്നാലും ഞാൻ പോയത്തിലൂടെ പറഞ്ഞു പോകുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. റെഡ് റോസ് അല്ലേ. ഹിയർ ദ സൗണ്ട് റ് ഇസ് റിപ്പീറ്റഡ് അല്ലേ. റ് എന്ന് പറയുന്ന ആ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് അത് അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിളാണ്. ഇനി ദ മോസ്റ്റ് പോപ്പുലർ, എന്താ പറയുക, ഈ ലൈൻ ഏറ്റവും പോപ്പുലർലി യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് അത് ലൈക്ക് എ റെഡ് റോസ് അല്ലേ. എൻ്റെ പ്രണയപാത്രം എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഡ് റോസിനെ പോലെയാണ്. ഈ ലവ് എന്ന് പറയുന്ന വാക്ക് ശരിക്കും രണ്ട് രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്നുകിൽ അവിടെ ലവ് എന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ പ്രണയം അങ്ങനെയും ആയിരിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രണയം എന്ന് പറയുന്നത് നല്ല റെഡ് കളർ റോസ് ഫ്ലവർ പോലെയാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്, സ്പീക്കർ പറയുന്നത്, പ്രോബബ്ലി ദ പോയിറ്റ്. ഓക്കെ, ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ അല്ലേ. അപ്പം എൻ്റെ പ്രണയം എങ്ങനെയാണ്, റെഡ് റോസ് പോലെയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, സിമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമിലിക്ക് ഉള്ള എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇത് കേട്ടോ. അപ്പോൾ അതിന് ഒരിക്കലും മറക്കരുത്. അപ്പം നമ്മൾ ഈ ഒറ്റ ലൈനിൽ തന്നെ രണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചു. ഒന്ന് അലിട്രേഷൻ, റെഡ് റോസ് അല്ലേ, റ് കോൺസണന്റ് സൗണ്ടിൻ്റെ റിപ്പീറ്റേഷൻ, അതിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് അല്ലേ, അതുപോലെയാണ്, റെഡ് റോസ് പോലെയാണ് എൻ്റെ പ്രണയം അല്ലേ. അപ്പോൾ അത് സിമിലിക്ക് എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിൽ പറയാണ് ഓ മൈ ലവ് ഈസ് എ റെഡ് റോസ്, അതായത് ലൈക്ക് എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് പറയുകയാണെങ്കിലോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഓക്കെ, അത് മെറ്റഫറിനുള്ള എക്സാമ്പിളാണ്. കാരണം അവിടെ എന്താ പറയുന്നത്, അത് ഞാൻ ഈ സോങ്ങിലെ ലൈനല്ല പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫറായി, അതായത് രണ്ട് കാര്യങ്ങൾ നമ്മൾ, അതായത് ഒന്നാണ് മറ്റേതെന്ന് പറയാണ് അല്ലേ. എൻ്റെ പ്രണയം റെഡ് റോസ് ആണ് എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്, പിന്നെന്താ ഇതാണ് എന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അത് മെറ്റഫറാണ്. ഇവിടെ പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് സാധനങ്ങളെ നമ്മൾ ലൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് സിമിലിയാണ്. സിമിലിയിൽ നമ്മൾ എങ്ങനെയാണ് ലൈക്ക് എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ആസ് എന്നുള്ള വേർഡോ ഉപയോഗിച്ചിട്ട് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യും അല്ലേ. അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ അല്ലേ. ജൂണിൽ പുതിയതായി വിരിഞ്ഞ ചുവന്ന റോസാപ്പൂവിനെ പോലെയാണ് എൻ്റെ പ്രണയം. അതായത് ഹിസ് ലവ് ഇസ് സ്റ്റിൽ ഫ്രഷ് അല്ലേ. ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയ പാത്രം എന്നുള്ളതിലുപരി പ്രണയം ആ ഫീലിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ജൂണിൽ പുതുതായി വിരിഞ്ഞ റോസാപ്പൂ പോലെ ഫ്രഷാണ് എൻ്റെ പ്രണയം എന്നാണ് പറയുന്നത്. അതായത് കാലപ്പഴക്കം കൊണ്ട് അത് ഫീഡായി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ലൈനിൽ അഗെയിൻ ഹി ഈസ് യൂസിങ് സിമിലി. നോക്കാം. ഓ മൈ ലവ് ഈസ് ലൈക്ക് ദ മെലഡി ദാറ്റ് ഈസ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ അല്ലേ. എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഇവിടെയും എല്ലാം ക്യാപിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഇതിനെ ഇങ്ങനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു പുതിയൊരു
എന്താ പറയുക, ഒരു സിമിലിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ പറയുന്നത്, നല്ല ട്യൂണിൽ പാടുന്ന, ഒരു സ്വീറ്റായിട്ട് പാടുന്ന ഒരു മെലഡി പോലെയാണ് എൻ്റെ പ്രണയം, അല്ലേ? പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം തിരിച്ചറിയണം എന്ത്, ഇതൊക്കെ ഒരു നാൾ ഫീഡാവും, അല്ലേ? റെഡ് റോസ് ഓക്കെ, ഇപ്പോൾ പുതുതായിട്ട് ഫ്രഷ് ആയിട്ടുണ്ടായ ഒരു പൂവാണ്, അതുകൊണ്ട് ഇറ്റ്സ് സ്റ്റിൽ ഫ്രഷ്, അല്ലേ? പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് റെഡ് റോസ് പഴകി പോകുന്ന ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്, ആ കമ്പാരിസണിൽ അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് അടുത്തൊരു കമ്പാരിസണിലേക്ക് പോകുന്നത്. എന്ത്, മെലഡി നല്ല സ്വീറ്റിലായിട്ട് പ്ലേ ചെയ്യുന്ന, സ്വീറ്റ്ലി പ്ലേഡ് ആയിട്ടുള്ള ഒരു ട്യൂണിനനുസരിച്ച് പാടുന്ന ഒരു മെലഡി പോലെയാണ്. പക്ഷെ എന്താ, ഈ മെലഡിക്കും ഒരു എൻഡ് ഉണ്ട്, അല്ലേ? അതൊന്നും ഇറ്റേണൽ അല്ല. അപ്പം അദ്ദേഹത്തിന് ആ കമ്പാരിസണും മതിയായില്ല കേട്ടോ. പിന്നെ അടുത്ത ലൈൻ എന്താ പറയുന്നത്, സോ ഫെയർ ആർട്ട് ദോ. ആർട്ട് ദോ എന്നൊക്കെ പറയുന്ന ഇതാണ്. അതുപോലെ ലവ് എന്നുള്ള സ്പെല്ലിങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതൊക്കെ എന്താണ്, സ്കോട്ടിഷ് ഡയലക്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്, ആ ഒരു ഇംഗ്ലീഷ് ഡയലക്റ്റും സ്കോട്ടിഷ് ഡയലക്റ്റിൻ്റെയും ബ്ലെൻഡിങ്, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി so fair are thou, my bonny lass, you're so beautiful, my dear. My bonny lass എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ലേഡി, ബോണി മീൻസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ എന്താ പറയുന്നത്, യു ആർ സോ ഫെയർ, യു ആർ സോ ബ്യൂട്ടിഫുൾ, മൈ ബ്യൂട്ടിഫുൾ ലേഡി എന്ന് പറയണം. സോ ഡീപ്പ് ഇൻ ലവ് am I, അല്ല ഐ ലവ് യു സോ ഡീപ്ലി, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അല്ലേ? അദ്ദേഹത്തിന് എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിന് ആ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ആൻഡ് ഐ വിൽ ലവ് thee still, my dear, till all the seas gang dry. ഓക്കെ, ഈ ലോകത്തിലെ എല്ലാ കടലും വറ്റിപ്പോയാലും ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, കടൽ പറ്റുക എന്ന് പറയുന്നത് ഒരു കുളമോ അല്ലെങ്കിൽ കിണറോ പറ്റുന്ന പോലെയല്ല. കടൽ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ്. പക്ഷെ അവിടെയും ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്, ആൻഡ് ഐ വിൽ ലവ് thee still, my dear, till all the seas gang dry. അല്ലേ, ഈ ലോകത്തുള്ള എല്ലാ കടലും വറ്റിപ്പോകുന്നത് വരെയും ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇറ്റ്സ് എ പ്ലേ ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ടൈം. ഓക്കെ, അതായത് ആ ഒരു ഇറ്റേണിറ്റി ആണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോഴും ആൾക്ക് തോന്നുകയാണ് എന്ത്, കടലും പറ്റി പോവാം, അല്ലേ? അങ്ങനെയുള്ളൊരു തോന്നൽ കൊണ്ടാണ് അദ്ദേഹം അടുത്തടുത്ത എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസ് നമുക്ക് നോക്കാം. Till all the seas gang dry, my dear, and the rocks melt with the sun. അല്ലേ, അപ്പോൾ ഈ ലോകത്തെ എല്ലാ കടലും വറ്റിപ്പോണത് വരെ, മൈ ഡാർലിംഗ്, മൈ ഡിയർ, അല്ലേ? ആൻഡ് ദ റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ, സൂര്യപ്രകാശത്തിൽ റോക്കൊക്കെ മെൽട്ടായി പോകുന്നത് വരെയും നിന്നെ ഞാൻ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ആ എക്സാമ്പിളിലും ആ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ഹൈപ്പർബലിക് എക്സാമ്പിൾ ആട്ടോ, ഞാനത് പറയാൻ വിട്ടതാണ്. till all the seas gang dry, അല്ലേ? ഈ കടൽ മുഴുവൻ വറ്റിപ്പോയാലും ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും, അല്ലേ? അതുപോലെ റോക്സ് ഒക്കെ മെൽട്ടായി, സൂര്യപ്രകാശം തട്ടി മെൽട്ടായി പോയാലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലേ? അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ പറയുക ഹൈപ്പർബലെ എന്നാണ്. ഓക്കെ, അത് ഞാനൊന്നും കൂടി വിത്ത് ഡെഫിനേഷൻ ഞാൻ പറയാം. അപ്പോൾ എന്താ പറയുന്നത്, and the rocks melt with the sun, I will love thee still, my dear, while the sands of life shall run. അല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ പറയുമ്പോഴെന്താ, റോക്സ് മെൽട്ടായി പോവാം, അല്ലേ? മെൽട്ടായി പോവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അടുത്ത് പറയുകയാണ് എന്ത്, I will love thee still, my dear, while the sands of life shall run. അല്ലേ, അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ എത്രയൊക്കെ ഇത് ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും, അല്ലേ? സാൻഡ്സ് ഓഫ് ലൈഫ് ഷാൽ റൺ, അല്ലേ? അവിടെ ഈ പ്രണയം എത്ര കാലം കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്, ഈ ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം ഈ പ്രണയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി and fare thee well, my only love, and fare thee well a while.
ആൻഡ് ഐ വിൽ കം അഗെയിൻ മൈ ലവ് ദോ ഇറ്റ് വർ 10,000 മൈൽ. അല്ലേ, എന്താ അവിടെ പറയുന്നത്? ഓക്കെ, ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ്, ഒരു ചേഞ്ച് ഓഫ് തീം ക്യാൻ ബി സീൻ. അല്ലേ, അവിടെ എന്താ പറയുന്നത്, ഒരു ഫെയർവെൽ ആണ് പറയുന്നത്. അല്ലേ, അപ്പോൾ ഒരു ബൈ, ഗുഡ് ബൈ പറയുന്നത്. ഗുഡ് ബൈ മീൻസ് നോട്ട് ഫോർ എവർ, പക്ഷെ ഒരു ബൈ പറയുകയാണ്. അല്ലേ, അവിടെ എന്താണ് പറയുകയാണ്, ഫോർ ദ ടൈം ബീങ്, അല്ലേ, തൽക്കാലത്തേക്ക് ഞാൻ നിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ്. അല്ലേ, ഫെയർ ദി വീൽ അവാൽ, കുറച്ച് കാലത്തേക്ക്. ആൻഡ് ഐ വിൽ കം അഗെയിൻ മൈ ലവ് ദോ ഇറ്റ് വർ 10,000 മൈൽ. അല്ലേ, അപ്പോൾ എന്താ പറയണത്, ഹീസ് അഷ്വറിങ് his beloved, he assures that he will return to his beloved. അല്ലേ, ആള് എത്ര മൈൽ കണക്കിന് ദൂരത്തേക്ക്, ഇത്ര 10,000 മൈൽസ് ദൂരെ ഈ സ്ത്രീയുടെ അടുത്തുനിന്ന് പോയാലും എന്താണ്, ഞാൻ തിരികെ വരും, ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും, കാരണം എനിക്ക് നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. അതും ഹൈപ്പർബോളിക് എക്സാമ്പിളാണ്. കാരണം എന്താണ്, ദോ ഇറ്റ് വർ 10,000 മൈൽ, അല്ലേ, 10,000 മൈൽ അപ്പുറത്തേക്ക് പോയാലും ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് വരും. അപ്പോൾ അതും ഹൈപ്പർബോളിക് എക്സാമ്പിളാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പറയാം. കാര്യമായിട്ടുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സിമിലി എന്താണ്, ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ പിക്ചേഴ്സ്, റോബർട്ട് ബേൺസിൻ്റെ പിക്ചർ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. പോയത്തിൻ്റെ ലൈൻസ് പോയട്രി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റിൽ നിന്ന് എടുത്തതാണ്. പിന്നെ പിക്ചേഴ്സൊക്കെ AI ക്രിയേറ്റഡ് ആണ്, AI നിന്ന് ഉണ്ടാക്കിയതാണ്. ഇനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒന്ന് പറഞ്ഞു പോവാം. ഇതിൻ്റെ ഡെഫിനേഷൻസും ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. Directly compares two different things to make a description more vivid. അല്ലേ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സിനെ ഡയറക്റ്റ്ലി ആണ് കമ്പയർ ചെയ്യാണ്. അതുപോലെ ഇതിനകത്ത് എന്താണ്, കണക്റ്റിംഗ് വേർഡ്സ് നമുക്ക് കാണാം, ലൈക്ക് ഓർ ആസ്. അല്ലേ, ഇങ്ങനെയുള്ള രണ്ട് വേർഡ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സിമിലി, അതായത് രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ലൈക്കോ ആസോ ഇല്ലാതെ നമ്മൾ പറയും ദിസ് ഈസ് മൈ ലവ് ഈസ് റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറായി മാറി. ഓക്കെ, ഇവിടെ പക്ഷെ എന്താണ്, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. അല്ലേ, റെഡ് റോസ് പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിമിലിയാണ്. അപ്പോൾ അവിടെ ലൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പോയത്തിൽ നിന്നുള്ള ലൈൻസ് മാത്രമാണ് ഇതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഓ മൈ ലവ് ഈസ് ലൈക്ക് ദ മെലഡി. അല്ലേ, അഗെയിൻ അവിടെ ലൈക്ക് എന്ന് ഉപയോഗിച്ചിട്ട് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയും എന്താണ്, സിമിലി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നത് ഹൈപ്പർബലി ആണ്. അത് ഞാൻ പറഞ്ഞു, uses extreme deliberate exaggeration to emphasize a point, evoke strong emotion or add humor. It is not meant to be taken literally. അല്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളൊക്കെ പറയും അല്ലേ, നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കാൻ, മോൾക്ക് അമ്മേനെ എത്ര സ്നേഹമുണ്ട്, ആകാശം മുട്ട സ്നേഹമുണ്ട്. അല്ലേ, കുട്ടികൾക്ക് അറിയൂ ആകാശം മുട്ട എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര സ്പേസ് ഉണ്ട്, ഇതൊന്നും അവർക്ക് അറിഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ആ മാക്സിമം പറയുകയാണ്. അല്ലേ, അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും ആ ഒരു എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ കേൾക്കുന്ന ആളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പലപ്പോഴും ഒരു തമാശയ്ക്കായിട്ടോ ഒക്കെ ആയിട്ട് നമ്മളൊരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു എക്സാജറേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർബലെ എന്ന് പറയുന്നത്. അത് നമ്മൾ ലിറ്ററലി നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതെന്താണ്, അന്ന് ഞാൻ കടലൊക്കെ വറ്റിപ്പോകുന്നു വരും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. തമിഴിലെ ഒരു അയൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിനകത്ത് സിമിലർ ആയിട്ടൊരു ലൈൻ ഉണ്ട്. കടൽ വറ്റിപ്പോനാലും എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്. എനിക്ക് എക്സാക്റ്റ് ആ ലൈൻ ഓർമ്മ കിട്ടിയില്ല, പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ. പക്ഷെ അയൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ, സൂര്യയുടെ മൂവിയാണ്, തമന്നം ആയിട്ടുള്ള മൂവിയിലാണ്, നെഞ്ചെയിൻ എന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ട്. അതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, കടൽ വറ്റിപ്പോനാലും എന്ന് പറഞ്ഞിട്ട് ഈവൻ ദെൻ ഐ വിൽ ലവ് യു എന്നുള്ളൊരു മീനിങ് വരുന്നൊരു ലൈൻ അതിനകത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഹൈപ്പർബോളിക് എക്സാമ്പിളാണ്. ഇപ്പം ഞാൻ ഇത് പോയത്തിൽ ഞാൻ പറയാണ്, ആൻഡ് ഐ വിൽ ലവ് ദീ സ്റ്റിൽ മൈ ഡിയർ ടിൽ ഓൾ ദി സീസ് ഗാങ് ട്രൈ. ഈ ലോകത്തിലെ എല്ലാ കടലും വറ്റി പോകുന്നത് വരെയും ഇത് എന്താണ്, ഞാൻ നിന്നെ പ്രണയിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് ഐ വിൽ കം അഗെയിൻ മൈ ലവ് ദോ ഇറ്റ് വർ 10,000 മൈൽ. അല്ലേ, ഞാൻ 10,000 മൈൽ അപ്പുറത്തേക്ക് പോയാലും ഞാൻ നിന്നെ സ്നേഹിച്ചു കൊണ്ടേ ഇരിക്കും. അല്ലേ, അതാണ് അടുത്തത്. ഇനി അലിട്രേഷൻ ആണ്, രണ്ടെണ്ണം ഉണ്ട്.
റെഡ് റോസ് അല്ലേ, അതിൽ എന്ന് ഒരു കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസണൻറ്റ് സൗണ്ടാണ് ലവ് ആൻഡ് മെലഡി. അതിൽ രണ്ടിലും എന്നുള്ള സൗണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് അതും കോൺസണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ അതും അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിളാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോമാണ്, സിമ്പിളും ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇനി അധികം ഡിലേ ഇല്ലാതെ തന്നെ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.